നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. CAA നിയമം ചർച്ചയാകുമ്പോൾ കേരളത്തിനെന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. ഈ നിയമം ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ പിണറായി വിജയന് ഇക്കാര്യങ്ങളിൽ നിയന്ത്രണമൊന്നും ചെലുത്താൻ കഴിയില്ല എന്നതാണ് വാസ്തവം. പിന്നെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ തള്ളുമ്പോൾ അതിന് മറ്റു ചില കാരണങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ തീരുമാനത്തെ അതിശക്തമായി LDFും UDFും ഒക്കെ എതിർക്കുന്നു. ഭേദഗതി നിയമത്തിനെതിരെ ആദ്യം പ്രമേയം പാസാക്കിയ നിയമസഭ അത് കേരളത്തിന് അവകാശപ്പെട്ടതാണ്. നിയമത്തെ ഇന്നലെ ന്യായീകരിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ന് സഭ പാസാക്കിയ പ്രമേയത്തെ തള്ളുന്ന അസാധാരണ നടപടിക്കാണ് മുതിർന്നത്. ഈ നിയമത്തിനെതിരെ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചതും കേരളമായിരുന്നു. കേരള സർക്കാർ തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചു. മുസ്ലിം ലീഗ് തൊട്ടു പിന്നാലെ. പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും കക്ഷി ചേർന്നു. ദേശീയ പൗരത്വ രജിസ്റ്റർ, ജനസംഖ്യാ കണക്കെടുപ്പ് എന്നിവയോട് സഹകരിക്കില്ല എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കേരളം. ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ പ്രതിപക്ഷത്തെ ക്ഷണിച്ച അപൂർവ കേരളം. സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷം എന്നാൽ സർക്കാർ ബാനറിന് പിന്നിൽ തങ്ങൾ പ്രതിഷേധത്തിനില്ല എന്ന് വ്യക്തമാക്കി. ഒടുവിൽ പ്രതിഷേധിച്ചവർ മണ്ടന്മാരായി എന്ന അവസ്ഥ. പ്രതിഷേധ പ്രകടനങ്ങൾക്ക് പങ്കെടുത്തവരുടെ പേരിൽ കേരള സർക്കാർ തന്നെ കേസെടുത്തു. ഒന്നും രണ്ടുമല്ല, ഏകദേശം 850ഓളം കേസുകൾ. ഇതിൽ ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ 103. ഗുരുതരമല്ലാത്തതും അക്രമ സ്വഭാവം ഇല്ലാത്തതുമായ കേസുകൾ പിൻവലിക്കും എന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു. എങ്കിലും ആകെ പിൻവലിച്ചത് 63 കേസുകൾ. അക്രമക്കേസുകൾ കോടതി തീർപ്പാക്കട്ടെ എന്നത് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഒടുവിൽ പൗരത്വ ഭേദഗതി പ്രതിഷേധത്തിനിറങ്ങിയ പാവം അണികൾ വെറും വിഡ്ഢികളാക്കപ്പെട്ടു എന്നർത്ഥം. ഇത്രയധികം ശക്തമായി പ്രതിഷേധിക്കുന്ന കേരളത്തെ ഈ നിയമം എങ്ങനെ ബാധിക്കും? പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കേരളത്തിലില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ നിയമം പ്രായോഗിക തലത്തിൽ കേരളത്തെ ബാധിക്കില്ല. എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അരക്ഷിതബോധത്തിന് ഇടവരുത്തുന്ന നിയമത്തിന് ഇവിടെ രാഷ്ട്രീയ പ്രത്യാഘാതം മാത്രമാണുള്ളത്. അത് പരമാവധി മുതലാക്കാൻ LDFും UDFും ഒക്കെ ശ്രമിക്കുന്നു. കേരളത്തിൽ ഈ നിയമം നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുമ്പോൾ ഒരു പച്ചയായ സത്യം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു. കാരണം ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നവർ കേരളത്തിലില്ല. ഈ ആത്മവിശ്വാസത്തിലാണ് ഇത്തരം തുടർ പ്രഖ്യാപനങ്ങൾ മുഖ്യമന്ത്രി നടത്തുന്നതും. സുപ്രീം കോടതിയുടെ ഒരു അനുകൂല ഇടപെടൽ ഇല്ലാതെ കേരളത്തിന് ഇതിൽ നിന്ന് മുഖം തിരിച്ച് നിൽക്കാൻ കഴിയില്ല എന്നത് ഇന്ത്യയുടെ ഫെഡറൽ നിയമങ്ങൾ നമുക്ക് പറഞ്ഞു തരും. ചില ഭരണഘടനാ വ്യവസ്ഥകളുണ്ട്. ഭരണഘടനയുടെ 14ാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന തുല്യതയുടെ ലംഘനമാണ് ഈ നിയമമെന്ന് കേരളം വാദിക്കുന്നു. എന്നാൽ സുപ്രീം കോടതി അംഗീകരിക്കാതെ ഒരു സംസ്ഥാനത്തിന് കേന്ദ്ര സർക്കാർ പാസാക്കുന്ന നിയമത്തോട് മുഖം തിരിക്കാൻ കഴിയില്ല. ആശയ സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നു എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. മുസ്ലിങ്ങളോട് വിവേചനം കാട്ടുന്നു എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കേരള സർക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ. കേന്ദ്ര വിജ്ഞാപനം വന്നതോടെ പുതിയ പോർമുഖം തുറന്നിരിക്കുന്നു. എന്നാൽ രാഷ്ട്രീയ നേട്ടം ആർക്ക് എന്നതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൗരത്വ ഭേദഗതി നടപ്പിലാക്കാനുള്ള നീക്കം രാജ്യത്തെ അസ്വസ്ഥമാക്കുന്നുവെന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി ഇത് ജനങ്ങളെ വിഭജിക്കാനും വർഗീയ വികാരം കുത്തിയിളക്കാനും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ കാറ്റിൽ പറത്താനുമാണ് കേന്ദ്രത്തിന്റെ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ നിയമത്തെ മുൻനിർത്തി ആര് രാഷ്ട്രീയ ലാഭം കൊയ്യുമെന്നാണ് കേരളത്തിൽ മത്സരം. ഇവിടെ പലപ്പോഴും പാളുന്നത് ഇടതുപക്ഷം തന്നെയെന്ന് വ്യക്തം. ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പാർലമെന്റ് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രത്യാഘാതം നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ പന്ന്യൻ രവീന്ദ്രൻ പ്രചരണങ്ങളിൽ ഏറെ പിന്നിലാണ് എന്ന ആക്ഷേപം കേൾക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ CPM വോട്ടുകൾ ഇക്കുറി ശശി തരൂരിലേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗക്കാരുടെ വോട്ടുകൾ. മത്സരം രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും നേർക്കുനേറാകുമ്പോൾ അതിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കരുത് എന്നൊരു വിഭാഗം കരുതും. ഇത്തരം കണക്കുകൂട്ടലുകൾ തന്നെയാവും എപ്പോഴും BJPക്ക് കേരളത്തിൽ വിനയാകുന്നതും. CAA നിയമം പാസാക്കുക വഴി കേരളത്തിന് എന്ത് നഷ്ടം എന്ന ചോദ്യം ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉയർത്തുന്നു. അതിലപ്പുറം BJPക്ക് എത്രമാത്രം നേട്ടങ്ങൾ കൊയ്യാൻ കേരളത്തിൽ കഴിയും എന്ന ചോദ്യം ഇവിടെ ബാക്കിയാകുന്നു. തിരുവനന്തപുരത്തിന് സമാനമാകുമോ തൃശ്ശൂരിലെയും അവസ്ഥ എന്ന് BJP സംസ്ഥാന നേതൃത്വം ഭയപ്പെടുന്നു. പരസ്യമായി പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്ന BJP സംസ്ഥാന നേതൃത്വത്തിന്
ചില ഉൾക്കിടിലങ്ങളുണ്ട്. എന്നാൽ ദേശീയ തലത്തിൽ BJP ഇപ്പോൾ ഉണർവിന്റെ വക്കിലാണ്. തെരഞ്ഞെടുപ്പ് തൊട്ടു മുൻപിൽ നിൽക്കെ വാഗ്ദാനം പാലിച്ചു എന്ന ഗർവോടെയാണ് ഇപ്പോൾ വോട്ടർമാരെ അഭിസംബോധന ചെയ്യുന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വം. 200ഓളം ഹർജികൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുക്കും എന്ന് ഭാരതം ഉറ്റുനോക്കുന്നു. CAA നിയമം ചർച്ചയാകുമ്പോൾ ചില വാസ്തവങ്ങൾ നമ്മൾ തിരിച്ചറിയണം. 2 വിഭാഗം അഭയാർത്ഥികളാണ് പൊതുവെ ഭാരതത്തിലുള്ളത്. നമ്മുടെ അതിർത്തികളിലെ മുസ്ലിം രാജ്യങ്ങളിലുള്ള ന്യൂനപക്ഷങ്ങൾ പലവിധ ആക്രമണങ്ങൾക്കിരയായി. അവർ രക്ഷപ്പെട്ട് അഭയാർത്ഥികളായി പല കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെത്തി. മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് അതിക്രമവും കൊള്ളയും കൊലപാതകവും ബലാത്സംഗങ്ങളുമൊക്കെ നടക്കുമ്പോൾ ഭയം നിമിത്തം ജീവനും കയ്യിലെടുത്ത് ഭാരതത്തിലേക്ക് രക്ഷപ്പെട്ടു വന്നവർ. രണ്ടാമത് ഒരു കൂട്ടരുണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ. ഇതിൽ ആദ്യത്തെ കൂട്ടർ എങ്ങോട്ടേക്ക് തിരികെ പോകും എന്ന് ചോദിക്കുന്നവരാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം. അവർക്ക് അഭയം നൽകാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ എന്ന് ഒരു കൂട്ടർ ശക്തമായി ചോദിക്കുന്നു. ഇന്ത്യയിൽ കാലങ്ങളായി ജീവിക്കുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ എങ്ങനെ 2ാം പൗരരായി ഈ നിയമം കാണും എന്ന് ചോദിക്കുന്ന BJP നേതൃത്വത്തിന് ചോദിക്കാനുള്ളത് ഈ ചോദ്യങ്ങൾ. ഭാരതത്തിൽ പൗരത്വം നൽകുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്ന തീവ്രവാദികൾക്ക് ഒരു കാരണവശാലും ഇവിടെ പൗരത്വം നൽകരുത് എന്ന് വാദിക്കുന്നവരാണ് BJP നേതൃത്വം. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. എന്നാൽ വർഷങ്ങളായി ഇന്ത്യയിൽ അഭയാർത്ഥികളായി കഴിയുന്ന മുസ്ലിം വിഭാഗങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കണമോ എന്ന ചോദ്യം, ആ ചോദ്യത്തിന് സുപ്രീം കോടതി ഉത്തരം പറയട്ടെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.